അപ്പ, ഞാൻ ജോലിക്ക് പോകുന്നു. ഞാൻ നല്ല തിരക്കിലാണ്. എനിക്ക് അപ്പയോട് അല്പം സംസാരിക്കാനുണ്ട്. അത്യാവശ്യ കാര്യമാണ്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അപ്പ, എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്. എനിക്കൊരു കാർ വാങ്ങണം, ഒരു നല്ല ബിസിനസ് നടത്തണം. അതിനെ കുറിച്ച് പൈസ ആവശ്യമുണ്ട്. എന്താണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്കിവിടെ സന്തോഷമില്ല. ഇതെല്ലാം നമുക്കിവിടെ ഇല്ലേ? പിന്നെ ഇനി എന്തിനാണ്? ഇല്ലപ്പ, എനിക്ക് എന്റെ രീതിയിൽ ജീവിക്കണം. എന്റെ ഷെയർ എത്രയും വേഗം തിരിച്ചു തരണം. എന്റെ ആഗ്രഹം സാധിച്ചു തരണം. ശരി മകനെ, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇതാ നിന്റെ സ്വത്ത്. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അപ്പന്റെ സ്വത്തുമായി പുറപ്പെട്ട മകൻ മറ്റൊരു ദേശത്തെത്തി. അവന്റെ ജീവിതമാകെ മാറിയിരിക്കുന്നു. അവന്റെ രൂപത്തിലാകെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. തെറ്റുകളിലേക്ക് വഴുതി വീണ അവന്റെ ജീവിതത്തിൽ ദൈവദേശം നഷ്ടമായിരിക്കുന്നു. എന്റെ സമ്പാദ്യം എല്ലാം പോയി. എനിക്ക് നീ ആരാണ്? നിന്നെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടെ നിന്ന് വരുന്നു? എനിക്ക് വിശക്കുന്നു. സഹായിക്കണം. ഒരു ജോലി തരുമോ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ശരി, ഞാൻ നോക്കട്ടെ. കുടുംബത്തോടും അപ്പനോടും ഒപ്പം വളരെ സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന യുവാവ് സ്വാർത്ഥത കാരണം സ്വത്തെല്ലാം പിടിച്ചു വാങ്ങി മറ്റൊരു ദേശത്തെത്തിയപ്പോൾ മുതൽ അവന്റെ ജീവിതം ദുരിതപൂർണമായി തീർന്നു. അങ്ങനെ അവൻ വിശപ്പ് സഹിക്കാൻ കഴിയാതെ അടയുകയാണ്. അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ. ഞാൻ എന്റെ അപ്പയോട് തെറ്റ് ചെയ്ത് അകന്നു പോയി. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ. എന്റെ മകനാണോ? നന്ദി, എന്റെ മകൻ തിരികെ വന്നിരിക്കുന്നു. ദൈവമേ, നന്ദി ദൈവമേ, നിനക്ക് 1000 നന്ദി ദൈവമേ. പിതാവേ, ഞാൻ നിന്നോടും കുടുംബത്തോടും പാപം ചെയ്തു. നിന്റെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല. നിന്റെ ജോലിക്കാരിൽ ഒരുവനായി എന്നെ കാക്കണമേ. മോനെ, എഴുന്നേൽക്കൂ. നീ എന്റെ മകനല്ലേ? സാരമില്ല, നീ വന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമായി. ആരുമില്ലേ ഇവിടെ? അവന് വേണ്ടത് ചെയ്തു കൊടുക്കുക. അവന് ആഹാരം കൊടുക്കുക, നല്ല വസ്ത്രം ധരിപ്പിക്കുക. ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാകുന്നു. എന്താണ് ഇവിടെ ഇത്ര ബഹളം? എന്താണ് ഇവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മകൻ, നിന്റെ സഹോദരൻ വഴിതെറ്റിപ്പോയിരുന്നു. അവൻ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. മാനസാന്തരപ്പെട്ട് അവൻ തിരികെ വന്നിരിക്കുന്നു. നീ പോയ അന്നു മുതൽ ഞാൻ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചത് നിന്റെ ഈ തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് സന്തോഷിക്കാം.
Tava pra